എല്ലാവർക്കും നമസ്കാരം. കറണ്ട് തോട്ട്സിലേക്ക് സ്വാഗതം. KPCC അധ്യക്ഷൻ കെ സുധാകരൻ വീണ്ടും ചുമതലയേറ്റിരിക്കുകയാണ്. വീണ്ടും ചുമതലയേക്കൽ വലിയൊരു സംഭവമാക്കി മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാവിലെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ കെ സുധാകരൻ അണികളുടെ വലിയ കൂട്ടായ്മ അവിടെ വന്നു. കണ്ണേ കരളെ KSA തുടങ്ങി വൻ മുദ്രാവാക്യങ്ങൾ വിളി. രാവിലെ മുതിർന്ന നേതാവ് AK ആൻ്റണിയെ പോയി കണ്ടുകൊണ്ടാണ് ചുമതലയേൽക്കുന്നത്. കെ സുധാകരൻ പുതിയതായി സ്ഥാനമേൽക്കുന്ന KPCC അധ്യക്ഷനല്ല. അദ്ദേഹം 3 വർഷം പൂർത്തിയായ KPCC അധ്യക്ഷനാണ്. എപ്പോൾ വേണമെങ്കിലും മാറ്റാം എന്ന് AICC വൃത്തങ്ങളും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു KPCC അധ്യക്ഷനാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് കണ്ണൂരിൽ മത്സരിക്കുന്നതിനാൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് MM ഹസനെ ചുമതലയേൽപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ കസേര ഇല്ലാതെ പോയ KPCC അധ്യക്ഷനാണ്. മെയ് 4 തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിനു ശേഷം ചുമതലയേൽക്കാനായി തിരുവനന്തപുരത്ത് എത്തിയ കെ സുധാകരൻ നിരാശനായാണ് മടങ്ങിയത്. തൽക്കാലം ചുമതലയേൽക്കേണ്ട, ഫലം വരട്ടെ എന്നായിരുന്നു AICCയിൽ നിന്നുള്ള നിർദ്ദേശം. ഈ നിർദ്ദേശം കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും കൈമാറുകയും ചെയ്തു. ഇതിൽ ക്ഷുഭിതനായ സുധാകരൻ ചികിത്സ പോലും വേണ്ടെന്ന് വെച്ച് എങ്ങനെ വീണ്ടും കസേര പിടിച്ചെടുക്കാം എന്നുള്ള ശക്തമായ ആലോചനയിലായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്ന് അതിശക്തമായ നീക്കം നടത്തിയിട്ടാണ് ഇപ്പോൾ കസേര തിരിച്ചു പിടിച്ചത്. തന്നെ ഉടൻ ചുമതലയേൽപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകും എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് കെ സുധാകരൻ വളരെ പെട്ടെന്ന് ചുമതലയേറ്റോളൂ എന്ന് ഹൈക്കമാൻഡിന് പറയേണ്ടി വന്നത്. കടുത്ത നടപടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കെ സുധാകരൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും BJPയിൽ ചേരാം. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏത് കോൺഗ്രസ് നേതാവും രാവിലെ കോൺഗ്രസ് നേതാവായിരിക്കുന്നയാൾ ഉച്ചയ്ക്ക് BJP ആവുന്നത് ഇന്ന് വലിയ വാർത്തയല്ല, അത്ഭുതവുമല്ല. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് 3 ഘട്ടം പൂർത്തിയായി 4ഉം 5ഉം 6ഉം ഘട്ടങ്ങളിലേക്ക് കടക്കാനിരിക്കെ, അതും ഹിന്ദി ഹൃദയഭൂമിയിലേക്കുള്ള ഇലക്ഷൻ നടക്കാനിരിക്കെ, ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടും എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന കേരളത്തിലെ PCC അധ്യക്ഷൻ തന്നെ പാർട്ടിക്കെതിരെ തിരിയുകയും BJPയിൽ ചേരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പിനെ കുറച്ചൊന്നുമല്ല ബാധിക്കുക. അതുകൊണ്ട് കെ സുധാകരൻ സമയത്ത് മർമ്മത്ത് പിടിച്ചു, കസേര തിരിച്ചു പിടിച്ച ശേഷം KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട സുധാകരൻ ചില കാര്യങ്ങൾ വളരെ ശക്തമായി പറയുകയുണ്ടായി. ഒന്ന്, ഹസനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചുമതലയേകുന്ന സമയത്ത് മാറി നിന്നത് ശരിയായില്ല. MM ഹസൻ താൽക്കാലിക ചുമതലക്കാരനാണ്. ആ താൽക്കാലിക ചുമതലക്കാരൻ്റെ അസാന്നിധ്യത്തിലാണ് KPCC അധ്യക്ഷൻ ചാർജ് എടുത്തത്. മുൻപ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറിയ KPCC പ്രസിഡന്റുമാരെല്ലാം, രമേശ് ചെന്നിത്തല അടക്കം, തിരിച്ചു വരുമ്പോൾ ആ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവും മുമ്പ് താൽക്കാലിക ചുമതലയേറ്റയാളും എല്ലാ മുതിർന്ന നേതാക്കളും അടക്കം അവിടെ സന്നിഹിതരാകാറുണ്ട്. അതൊരു പൊതു കോൺഗ്രസ് പരിപാടി മാറാറുമുണ്ട്. എന്നാൽ ഇന്ന് KPCC അധ്യക്ഷനായി സുധാകരൻ വീണ്ടും ചുമതലയേൽക്കുമ്പോൾ സുധാകര പക്ഷത്തുള്ളവർ മാത്രമാണ് KPCC ആസ്ഥാനത്തുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം ഇത് കേവലം മാസങ്ങൾ മാത്രമുള്ള ചുമതലയാണെന്നും സുധാകരൻ നിർബന്ധമായും മാറ്റപ്പെടേണ്ടി വരും എന്നുള്ള സൂചനയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുള്ളത്. അവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്ന് സുധാകരൻ നൽകിയത്. തന്നെ അങ്ങനെയൊന്നും മാറ്റാം എന്ന് ഇവിടെയുള്ള ഒരു നേതാവും ആലോചിക്കേണ്ട, പ്രതീക്ഷിക്കേണ്ട, സ്വപ്നം കാണണ്ട. MM ഹസനെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്, തന്നോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ താൻ മാറണോ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഹസനുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് സുധാകരൻ പറഞ്ഞു, ഹസൻ എടുത്ത തീരുമാനങ്ങൾ പലതും പരാതി വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതെല്ലാം പുനഃപരിശോധിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത്
തൻ്റെ അതൃപ്തി വളരെ കൃത്യമായി പ്രതിഫലിപ്പിക്കുകയായിരുന്നു സുധാകരൻ. ഹസൻ്റെ കാലത്ത് അത്ര തൃപ്തികരമായ പ്രവർത്തനമല്ല നടന്നത് എന്ന് സൂചിപ്പിച്ചു. പല തീരുമാനങ്ങളും വീണ്ടും ഞാൻ പുനഃപരിശോധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. സുധാകരനെ മാറ്റണം എന്ന് ഏറ്റവും ശക്തമായി വാദിച്ച് നിൽക്കുന്ന ഒരാൾ വി.ഡി. സതീശനാണ്. അതിനുള്ള കാരണം നേരത്തെ കേരളത്തിന് ഓർമ്മയുണ്ടാവും. പുതുപ്പള്ളിയിൽ വെച്ചുണ്ടായിട്ടുള്ള തർക്കം, ആലപ്പുഴയിൽ പത്രസമ്മേളനത്തിന് വൈകി എത്തിയപ്പോൾ പറഞ്ഞ തെറി. അപ്പോൾ ആലപ്പുഴ സംഭവത്തോട് കൂടിയിട്ടാണ് വി.ഡി. സതീശൻ തീരുമാനിച്ചത് ഇനി യോജിച്ച് പോകാൻ കഴിയില്ല, ഒന്നിച്ചിരുന്ന് പോകാൻ കഴിയില്ല, ഒന്നിച്ച് പത്രസമ്മേളനം ഉണ്ടാവില്ല, സുധാകരൻ്റെ ശൈലി കോൺഗ്രസ്സിന് ഗുണകരമാകില്ല എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളോട് പറയുകയും താൻ ഒഴിഞ്ഞുകൊള്ളാം സുധാകരൻ ഇരിക്കുകയാണെങ്കിൽ എന്ന് അന്ന് അറിയിക്കുകയും ചെയ്തു. അന്ന് AICC നേതാക്കൾ കൊടുത്ത വാഗ്ദാനമാണ് തൽക്കാലത്തേക്ക് ക്ഷമിക്കൂ, ഇലക്ഷൻ സമയത്ത് നമുക്ക് മാറ്റാം എന്നാണ് പറഞ്ഞിരുന്നത്. ആ ആസൂത്രണമാണ് ഇപ്പോൾ സുധാകരൻ പൊളിച്ചടക്കിയിട്ടുള്ളത്. അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ തന്നെ മാറ്റാൻ കഴിയില്ല എന്ന് കൃത്യമായി മെസ്സേജ് കൊടുത്തു. അദ്ദേഹം തിരിച്ചു വന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിലും താൻ തന്നെയായിരിക്കും നയിക്കുക എന്ന സൂചനയും ഇന്ന് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് ഇനി നടക്കാൻ പോകുന്നത് കേരളത്തിൽ KPCC അധ്യക്ഷനെ മാറ്റാൻ ബാക്കി എല്ലാവരും ചേർന്ന് നടത്തുന്ന നീക്കത്തോട് എങ്ങനെയായിരിക്കും സുധാകരൻ ഇനി പ്രതികരിക്കുക എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ ഭാവിക്ക്, കോൺഗ്രസിൻ്റെ ഭാവിക്ക് സുപ്രധാനപ്പെട്ട ഒന്നായി മാറും. അതായിരിക്കും ഒരുപക്ഷെ നാളെ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. നന്ദി, നമസ്കാരം.